ഹലോ മിസ്റ്റർ സെബാസ്റ്റ്യൻ, നിങ്ങൾ പറയുന്നത് കാരണം ശരിയാണ്. ജില്ലാ കോടതി ജഡ്ജിയാണ് നമ്മുടെ പപ്പ. പക്ഷെ എന്ത് ചെയ്യാൻ, 3 വർഷം മറ്റു പപ്പ തളർന്നു കിടക്കയില്ലേ. രക്തത്തിൽ പിറന്ന നമ്മൾ മക്കളല്ലേ നോക്കേണ്ടത്. എങ്ങനെ രക്തം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ലാബിലിരിക്കുന്ന വെച്ചിട്ട് പോടാ അവിടുന്ന്. സംഭവം അതല്ലെന്ന്. മൂത്ത ചേട്ടായി ഉണ്ട്. ചേട്ടായി വന്ന് ഇതുവരെക്കും അച്ഛനെ നോക്കിയിട്ടില്ല. 24 മണിക്കൂർ ഞാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ചേട്ടായി വരും. ഈ കാര്യത്തിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കി എടുക്കും. ഞാൻ ജോമോനെ, ചേട്ടായി എത്തിയടാ. അപ്പൻ എങ്ങനെയുണ്ടാ മോനെ? നീ ഇത്രയും നാൾ കിടന്ന് ഉറങ്ങിയായിരുന്നാടാ. പപ്പ കിടന്നു തുടങ്ങിയിട്ട് എത്ര വന്ന 3 വർഷമായി. നീ അങ്ങനെ സംസാരിക്കരുത്. പപ്പയും മോനുമായിട്ടല്ലേ ഞങ്ങൾ ജീവിച്ചത്. ഇതാ എന്റെ ഓർമ്മയിലെന്നും എന്റെ പപ്പ ഉണ്ടായിരുന്നു. രാവിലെ ഉറക്കമായിട്ട് നോക്കുമ്പോ പപ്പയും ഞാനും, ഉച്ചക്ക് പപ്പയും ഞാനും, വൈകുന്നേരം കപ്പയും മീനും. പപ്പയും മോനൊന്നും അല്ലേ? പിന്നെ എനിക്ക് വിശക്കൂലേ എപ്പോഴും പപ്പ പപ്പ. പപ്പ ഇപ്പൊ എങ്ങനെയുണ്ടാ? പഴുത്തതാണെങ്കിൽ തോട്ടയിട്ട് കുത്തിയിട്ട പൊക്കമൊന്ന് വീഴും. ഈ കോമഡിക്ക് എങ്ങനെയാണ് ഇറങ്ങി ഉടനെ പൈസ തരണം? അത് അക്കൗണ്ട് പപ്പയെന്ന് വെച്ചപ്പോ പപ്പയ്ക്കെന്ന് പറഞ്ഞാൽ ഒന്ന് പോടോ അവിടുന്ന്. 2 പെക്കടിക്കാൻ പാ. ചേട്ടായി, ഇവിടെ വെച്ച് മദ്യപാനം പറ്റത്തില്ല. ചേട്ടായി ഇതിനു മുമ്പ് ഇവിടെ വന്ന് എനിക്കും വയ്യാതെ കിടക്കുന്ന നമ്മളെ പപ്പയ്ക്കും തന്നിട്ട് നമ്മളെ സുഖിപ്പിച്ചിട്ട് അന്നേരം ചേട്ടായി ഇവിടുന്ന് പോയിരുന്നു. പക്ഷെ ഇന്നൊരു തീരുമാനം ഇവിടെ ഞാൻ ഉണ്ടാക്കും. പപ്പയെ നോക്കുന്ന കാര്യത്തിലും നമ്മുടെ സ്വത്തിന്റെ കാര്യത്തിലും. കെണ്ടമാമനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. കെണ്ടമാമൻ വന്ന് നമ്മുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കും. പിന്നെ കെണ്ടമാമ നിന്നെ മൂക്കി പിടിച്ച് കയറ്റു. പോവാൻ പറയടാ കെണ്ടമാമനെയൊക്കെ. ഇന്ന് ആവശ്യമില്ലാതെ കെണ്ടമാമി അവരെയൊക്കെ ആരുടെ? ഒന്നാമത് ഈ വീട്ടിലാൾ സുഖമില്ലാതെ കിടക്കുകയാണ്. നാണമില്ലാതെ വീട്ടിന് മുറ്റത്തിരുന്ന് കുടിക്കുന്നുണ്ടോ മാമ? അച്ഛന് സുഖമില്ലാത്തതാണ്. ഈ മദ്യമൊക്കെ ഒന്ന് ചവിട്ടി പുറത്ത് കളവ. ജോസേ, ഓ ഞാൻ 2 പ്രാവശ്യം ചുമച്ചായിരുന്നു. ഇനി വില്ലൻ ചുമ വന്ന് ഞാൻ പെടഞ്ഞ് വീണാലേ നീ മൈൻഡ് ചെയ്യുന്നുണ്ടോ? ഞാൻ മാറുണ്ടോ? അവനെ കണ്ടില്ലായിരുന്നു വലിയ അമ്മ, കണ്ടില്ലായിരുന്നു വലിയ അമ്മ. നീ എന്തോ കാണിക്കുന്നു? അല്ല, ഈ അകത്ത് കിടക്കുന്ന ആരാടാ? പപ്പ. അകത്ത് കിടക്കുന്നതിന്റെ പപ്പ. അയാൾ അങ്ങനെ കിടക്കുന്ന സമയത്ത് നീ ഇവിടെ കൊണ്ടു മദ്യപിക്കുന്നല്ലേ? 3 വർഷമായിട്ട് ആ പപ്പയെ നോക്കുന്ന ഒരു ചെറുപ്പക്കാരനായി ഇരിക്കുന്നത്. നിന്റെ അനിയൻ അവന്റെ ഫ്രണ്ട് വെച്ച് മദ്യവെച്ച് നീ മതോന്മത്തനാവുകയാണ് നീ. അത് നീ ഒറ്റയ്ക്കാണ് നീ ചെയ്യുന്നത്. ഒരു കമ്പനിക്ക് ഒരാൾ വേണ്ടേ? ഒരു മാമ ബെൽറ്റ് ഇട്ടിട്ടില്ല. നമ്മൾ കുടുംബക്കാരല്ല, ഒരു ബെൽറ്റ് അല്ലേടാ. ആവശ്യമില്ല മാമ. ഇതെങ്ങനെ പോയാ എങ്ങനെ മാമ? ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ ആമാശയത്തിൽ, അവിടെ നിന്ന് പ്ലീഹ വഴി തലച്ചോറിൽ എത്തിയിട്ട് ഒരു രസഗുള. മാമ ഒരു കാര്യം മനസ്സിലാക്കണം. പറയണ മോനെ. അകത്ത് പപ്പയെ കുരുവിള നോക്കുക. ഇത് ഡിപ്രഷൻ ആണ്ട മോനെ. നമുക്ക് ഒരു ജോലി ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കും. കുരുമുളകും പപ്പയെ നോയിക്കൊണ്ടിരിക്കുന്നു, പപ്പയ കുരുമുളകിനെ നോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഇടയ്ക്ക് എനിക്കൊരു സംഭവം ഉണ്ടായി. ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോ അടയ്ക്കാമരത്തില് ഒരു വെറ്റക്കൊടി ഇങ്ങനെ ചുറ്റിപ്പിടഞ്ഞു. ഞാൻ കുറേ സമയം ആലോചിച്ചിരുന്നപ്പോ എനിക്ക് തോന്നി ഇത് ഇവർ തമ്മിൽ പ്രേമമാണോ? ഡിപ്രഷനാണ്. ഒരു ചൊരപ്പും ഇല്ലാതിരിക്കുമ്പോ ഇത് വരും. മാമൻ ഒന്ന് ചോദിക്കും മാമന്റെ അടുത്ത്. നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മളെ കുടുംബക്കാരല്ലേ, ഒഴിച്ചടിച്ചൂടെടാ. അത് മാമ, മാമന്റെ വാക്കിന് ഇവിടെ എതിർ വാക്കില്ല. കുടുംബക്കാർക്കെല്ലാം മാമനെ പേടിയാണ്. മാമനാണ് നമ്മുടെ തൊലതൊട്ടപ്പൻ. ജോസേ, ഓ നിനക്കറിയാലോ കുടുംബത്തിലെ തോട്ടത്തിൽ പന്നി ഞാനാണ്. നീ എന്തോടാ പറഞ്ഞ? എന്തോ പറഞ്ഞ നീ? തലതൊട്ടപ്പൻ. കുടുംബത്തിലെ തലതൊട്ടപ്പൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ഈ പപ്പയെ നോക്കുന്ന കാര്യമൊക്കെ എങ്ങനെയാണ്? പപ്പയെ നോക്കുന്നത് അവനല്ലേ മാമ നോക്കിണ്ടിരിക്കുന്നത്. ഞാൻ എന്തൊരു പറയാ, ഞാൻ അതുപോലെ ദൂരെയല്ലേ, എനിക്ക് പെട്ടെന്ന് ഒന്നും നോക്കാൻ പറ്റൂല. നീ ഇപ്പം എവിടെയാ താമസം? ഞാൻ പന്തളത്താണ് താമസം. പന്തളത്ത് എവിടെ? പാറശാല. പന്തളത്ത് പാറശാല? ഓ, എന്റെ ഭാര്യ വീട് പാറശാലയല്ലേ. അപ്പൊ അവിടുന്ന് പന്തളത്ത് വരുമ്പോ ഞാൻ താമസിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. എടാ അതല്ലെന്ന്, നീയും ഭാര്യയായിട്ട് പന്തളത്താണല്ലോ താമസം. ഓ, പന്തളത്ത് എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്. പന്തളത്ത് വന്ന പിന്നെ താമസമില്ലല്ലോ, പെട്ടെന്ന് വീട്ടിൽ പോവാലോ. എടാ അതല്ല ഞാൻ ചോദിച്ചത്. എടാ നീ പന്തളത്തല്ലേ ഭാര്യയായിട്ട് താമസിക്കുന്നത്? ആ പന്തളം എവിടെയാ? പന്തളത്ത് ഞാൻ ജംഗ്ഷനിൽ വന്നെങ്കിൽ ആട്ടോയും കാറും ഉണ്ട്, പെട്ടെന്ന് നീ വീട്ടിൽ പോയിക്കോ, പിന്നെ താമസം വരുന്നില്ലല്ലോ. എടാ അതല്ലെന്ന്, പന്തളം എവിടെയാണ്? എന്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ? പന്തളത്ത് നീയും നിന്റെ ഭാര്യ എവിടെയാണ് താമസം? പന്തളം ജംഗ്ഷനിൽ വന്നു, അവിടെ ഓട്ടോയും കാറും കിടക്കുമല്ലേ, പിന്നെ താമസം പിന്നെ കയറി വെക്കൂടെ? നീ ഒരു കാര്യം ചെയ്യടാ, ആ പന്തളത്ത് കടത്തിന്റെ ഇലല്ലോ പോയി എവിടെ താമസം? അച്ഛൻ വയ്യാതെ കിടക്കോ? എവിടെ താമസം ചോദിച്ചപ്പോ പന്തളത്തിൽ താമസം കാണിക്കുന്ന ഈ കുടുംബത്തെ? അല്ല
അല്ല അപ്പൊ താമസം അറിയണ്ടേ മാമ? ഞാൻ താമസിക്കുന്ന സ്ഥലം എവിടെന്നറിയാം. പറ, അങ്ങനെ മര്യാദക്ക് പറയാം, എവിടെയാണ് നീ ഇപ്പൊ താമസിക്കുന്നത്? നമ്മള് പന്തളത്ത് വന്ന് നിൽക്കുകയാണ് ഇപ്പൊ. പന്തളത്ത്. പിന്നെ ഈ ഓട്ടം കണക്ക് പിന്നെ അവിടെ നിന്ന് താമസിക്കുന്ന പോക്കം. കയ്യടാ ഒരു പെഗടിച്ചെന്നും പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാണ്. വിവരമില്ല മാമ, വിവരമില്ല. ആരോട് എന്തൊരു സംസാരിക്കണം അറിഞ്ഞൂടാ. അതാ പിന്നെ എങ്ങനെയാ കാര്യങ്ങള്? സാമ്പത്തികം വല്ലതും ചോദിക്കണോ? ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോണോ? അവരിപ്പോ വട്ടം പൊളിഞ്ഞ് നിൽക്കുകയാണ് ഇതിന്റെ കാര്യത്തിൽ. സാമ്പത്തികത്തിന്റെ കാര്യം ഒന്ന് ചോദിക്കും. എങ്ങനെയാടാ ജോസേ ദാമ്പത്യമൊക്കെ? അതായത് എന്റെ ഭാര്യ പന്തളത്താണല്ലോ ഇപ്പൊ താമസം. അപ്പൊ കല്യാണം കഴിഞ്ഞ് 3 ദിവസമല്ലേ എന്നോട് ജീവിച്ചോളൂ. അവളെ പണങ്ങിപ്പോയി. പിന്നെ കല്യാണ ആൽബം നോക്കിയിട്ട് ഞാൻ എനിക്ക് എന്തൊരു ദാമ്പത്യം മാമ. കല്യാണ ആൽബം നോക്കിക്കൊണ്ടിരിക്കുന്ന അവന്റെ അടുത്ത് ദാമ്പത്യം ദാമ്പത്യം അല്ല മാമ, സാമ്പത്തികം. സാമ്പത്തിക ഇടപാട് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. നിന്റെ അച്ഛന്റെ അതായത് ഞാൻ പറഞ്ഞെന്താ വേറൊന്നുമല്ലടാ, അച്ഛന്റെ ഡൗറിയൊക്കെ എങ്ങനെയാണ്? അത് ഞാനല്ലല്ലോ കുളിപ്പിക്കുന്ന, അവനല്ലേ കുളിപ്പിക്കുന്ന. അപ്പൊ അവന് കറക്റ്റായിട്ട് അറിയാലോ അച്ഛന്റെ ഡൗറി എങ്ങനെയാണ്. എടാ അച്ഛന്റെ സ്വത്ത് എങ്ങനെയാന്ന് ചോദിച്ചപ്പോ അച്ഛനെ കുളിപ്പിക്കുന്ന അച്ഛന്റെ സ്വത്ത് എങ്ങനെയാന്നല്ല ഞാൻ ചോദിച്ചത്. അല്ല സ്വത്ത് എങ്ങനെയാന്ന് വെച്ചാല് എന്റെ അപ്പൻ എപ്പോഴും നോക്കുന്നത് എന്റെ അനിയനാണല്ലോ. അതുകൊണ്ട് നീ വാടാ, എപ്പോഴും നോക്കുകയും അച്ഛനെ നോക്കുന്നവനാണ്. അതുകൊണ്ട് 75% ചേട്ടായി എനിക്കും, 25% അവനും. 75% എന്ന് പറയുമ്പോ നിനക്ക് കുറഞ്ഞു പോകൂലേടാ? ഞാൻ സഹിച്ചോളാം. അല്ല പപ്പയെ നോക്കി കിടക്കുന്ന ഈ ചെറുക്കന് 25% കൊടുക്കണം. അതുകൂടെ നിനക്ക് എടുത്തൂടെ? അല്ല അത് കൊടുക്കണം. ഇത് ഞാൻ 70% എടുത്തെന്ന് അറിയാമോ? ഇല്ല. മാമച്ചിക്ക് മുണ്ടൂര് അറിയാമോ? മാമച്ചിക്ക് മുണ്ടൂര് അറിയാമോ? അറിഞ്ഞൂടെ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അതല്ലെന്ന്, മുണ്ടൂര് പാർവതി ശാരിശേരി അറിയാമോ? ആ അമ്മയിൽ അച്ഛനൊരു മോളുണ്ടെന്ന്. നമ്മളെ കനക ചേച്ചി. അത് ശരി. അവർക്ക് ഈ തയ്യലൊക്കെയാണ് അവർക്ക്. ഈ തുണിക്കടയും പെട്രോൾ പമ്പും അവർക്ക് എഴുതി കൊടുക്കാനുള്ള പരിപാടിയാണ്. അത് എനിക്ക് എഴുതി തന്നാൽ ഞാൻ കറക്റ്റായിട്ട് അവർക്ക് കൊടുക്കാം. നരസിംഹത്തിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററും ഈ പെട്രോൾ പമ്പും കൂടെ എഴുതി തന്നാൽ നല്ല സുഖം ഉണ്ടാവൂല്ലടാ. വല്ലപ്പോഴും ഒരു സിനിമ കാണണം കേട്ടോ. എന്തിനു മാമ? ഇല്ല നിന്റെ കാൽ ചൂട്ടി കിടക്കുന്ന മണ്ണൊലിച്ചു പോകണം നീ അറിയൂല. ഞാൻ പറഞ്ഞ കേട്ടോ. മാമ ഇങ്ങനെ കുടിച്ചോണ്ട് കിടക്കല്ലോ മാമ. വീട്ടിൽ ചെല്ലുമ്പോ മാമി ചോദിക്കും. അനങ്ങത്തില്ലോ, പുറത്ത് കിടക്കത്തേ ഉള്ളൂ, മിണ്ടത്തില്ല. അയ്യോ, മാമിയെ തല്ലി പുറത്താക്കോ? അതല്ലെന്ന്, ഞാൻ പുറത്ത് കിടക്കത്തേ ഉള്ളു, അവള് മിണ്ടത്തില്ല. അവള് ഞാൻ പിടുത്തം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാൻ വരില്ല. മാമിയെ കണ്ടിട്ട് കുറെ നാളായി. മാമി ഇപ്പൊ എവിടെ മാമ? അവള് സ്ട്രേറ്റിലാടാ. 7 മണിക്ക് അങ്ങ് വീട്ടിനകത്ത് കയറാൻ പറയണേ. എന്ത്? ഇല്ലെങ്കിൽ കൊതുക് കടിക്കും. എന്തിന്? റബ്ബർ സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞു. റബ്ബർ സ്റ്റേറ്റില്ല? ഓ, നിനക്ക് ഗോൾഡൻ പഞ്ച് കൊതിയുണ്ടാടാ? അല്ലെങ്കിൽ ഈ സ്ലേറ്റിലാണെന്ന് പറഞ്ഞപ്പോ റബ്ബർ സ്റ്റേറ്റ് കൊതുകടിക്കുമെന്ന് പറഞ്ഞ കോമഡി ഇപ്പൊ ഗോൾഡൻ പഞ്ച് കൊതിയനാണാടാ. ഞാൻ ഒന്നിലും കൊതിക്കുന്നവനല്ല. അല്ലേ? എന്റെ മനസ്സിൽ എന്റെ പപ്പയും ഞാനും മാത്രമേ ഉള്ളൂ. എനിക്ക് പപ്പയും ഞാനും. അതുകൊണ്ട് പപ്പയുടെ 45 ഏക്കർ റംബൂട്ടാൻ തോട്ടം എനിക്ക് എഴുതി തരണം. പപ്പയുടെ ഓർമ്മയ്ക്കല്ലേ? എഴുത്തരുന്നോണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ റംബൂട്ടാൻ സീസൺ ആയി കഴിഞ്ഞാൽ നിന്റെ പപ്പയെ നീ വല വെച്ച് കെട്ടി അങ്ങ് മറച്ചേക്കണം. അതിന് മാമ? എടാ ഇല്ലെങ്കിൽ നിന്റെ പപ്പയുടെ റംബൂട്ടാൻ വവ്വാലടിക്കോടാ. നമ്മളെ സൂക്ഷിക്കണം. നിന്നെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെല്ലാം നീ സൂക്ഷിക്കണം. അത് നോക്കി എന്റെ വിദ്യാഭ്യാസം നടന്നിട്ടില്ല, ജോലി നോക്കിയിട്ടില്ല, എന്റെ ഫ്യൂച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഒരു പാമ്പ് പിടിച്ചോണ്ട ഫ്യൂച്ചർ പോയി. ഒരു പാമ്പ് പിടിച്ചോണ്ട പൂച്ചർ പോയി. അവനറിയോ? എനിക്കറിയില്ല. നീ ഓഫീസ് വീട് എന്ന് മാത്രം കരുതി ഇങ്ങനെ കഴിഞ്ഞാൽ എന്റെ ഫ്യൂച്ചർ പോയെന്ന്. എന്തോ സംഭവം മനസ്സിലായപ്പോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? ഒരു പൈലറ്റ് ആവണമെന്നായിരുന്നു. കണ്ടോടാ, നമ്മള് മാനത്തോളം ആഗ്രഹിക്കണം, എന്നാലേ എവിടുന്നെങ്കിലും ഒരു തരി കിട്ടുള്ളൂ. അല്ലേ? അത് കറക്റ്റാണ്. ഇവൻ ആഗ്രഹിച്ചുണ്ടോ പൈലറ്റ് ആവാൻ? അറിഞ്ഞില്ല. ഇതുപോലെ ആഗ്രഹിക്കണം മോനെ. എന്താ നിനക്ക് അങ്ങനെ ഒരു ചിന്ത വന്നേ? അതാകുമ്പോ മാനത്തിട്ട് ഓടിച്ചു പഠിക്കുമ്പോ നേരെ പറഞ്ഞ വണ്ടി ഇടിക്കത്തുമില്ല. നമുക്ക് സൈഡ് പോകാറ് മാനത്ത് എവിടെ വേണമെങ്കിലും ഓടിച്ച് പോവാം മാമ. പിന്നെ മാമ, മാനത്ത് നമ്മൾ എവിടുന്ന് ലൈസൻസ് എടുക്കും മാമ? രാവിലെ ഞാൻ പല്ലിയച്ച് കുളിക്കുന്നതിന് മുമ്പ് നീ ഇത് വന്ന് എന്റെ അടുത്ത് ചോദിക്കണം കേട്ടോ. അതെന്ത് മാമ? കുളിച്ച വായിൽ ഇതിന് മറുപടി പറഞ്ഞാൽ ഇത് മാനത്ത് എവിടുന്ന് ലൈസൻസ് എടുക്കണം മാമ? നാളെ ഒരുമാതിരി കാര്യം പറയുമ്പോൾ ഒരുമാതിരി തമാശിക്കരുത്. അവന്റെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത്. ഞാനും ഒരു മനുഷ്യനാണ്, ഇങ്ങനെ എന്നെ കുറച്ച് കളിയാക്കരുത്. നീ മനുഷ്യനാടാ. നീ മനുഷ്യൻ. ഒരു സുപ്രീം കോടതി ജഡ്ജിയെ നോക്കാൻ നിൽക്കുന്ന ഒരുത്തരാണ്. കൈകെട്ടി നിൽക്കണം നിപ്പുണ്ടോ? നീ ഏത് ബാങ്കിലെ മാനേജറാണ്? ഇങ്ങനെയാണോ ഒരു ബാങ്കിലെ മാനേജറാണോ? ഒന്നുമില്ലെങ്കിൽ ആ ടൈ പിടിച്ചൊക്കെ ടൈറ്റ് ചെയ്ത് ചാകര. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പൊക്കോളാം. എങ്ങനെ? ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇറങ്ങി പൊക്കോളാം. ഇങ്ങോട്ട് പോകണ്ട. ഒരു പെക്കഴിച്ചു കുറ ചെറുക്കന്. മാമനൊക്കെ നിൽക്കുമ്പോ എന്ത് എന്നാ ചെയ്താ? അല്ല
ഓ അടുപ്പപ്പെട്ട പാലോ പാലോ നല്ല നടപ്പാലം. എന്താടാ ഇത് ഗായകനാടാ കലക്കി കൊടുത്തത്? അപ്പന്റെ കൈയും പിടിച്ചു നടക്കണ നേരം ആയൂരു പാലത്തിന്റെ തോണേ നിന്നും. ആയൊരു പാലും പാറിന്റെ തൊട്ടപ്പുറത്തൊരു പാലമുണ്ട്. ആയൂരു പാലത്തിന്റെ വിളി കേട്ടു. പാലോ പാലോ നല്ല നടപ്പാലം. നിർത്തണ ഒരു പെഗടിക്കിച്ച് കഴിഞ്ഞാൽ ഉടനെ ആട്ടവും പാട്ടും ഇങ്ങനെ നിങ്ങള് കുടുംബത്തിനൊരു ഇത് വിലയില്ലേ? ഇങ്ങനെ ആടാനൊക്കെയാണ്. മദ്യം നമ്മളെ കഴിക്കണം. നമ്മൾ മദ്യം കഴിക്കാൻ നിൽക്കരുത്. നമ്മൾ മദ്യം കഴിക്കണം കേട്ടോ. ആവശ്യമില്ലാതെ മദ്യം നമ്മളെ കഴിക്കാനുള്ള അനുവാദം കൊടുക്കരുത്. നമ്മൾ ചെയ്യോ ഇനി അങ്ങനെ രണ്ടുപേരും കാര്യം ചെയ്യും. വെള്ളം എടുത്തോണ്ട് ആട്ടവും പാട്ടും. അവൻ പോയ പോലെ ഞാൻ പോണം. ചെല്ലടാ ഒരു കൂട്ടിന് സഹോദര ബന്ധമില്ലാത്തവനെ. പാലോ പാലോ നല്ല നടപ്പാലോ അച്ഛന്റെ കയ്യും പേടി. മാമ അകത്ത് പോയി വെള്ളമെടുത്തപ്പോഴാണ് ആ നഗ്നമായ സത്യം ഞാൻ മനസ്സിലാക്കിയത്. അച്ഛൻ എങ്ങനെയാണ് വയ്യാതായെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി. എന്റെ പൊന്നെ 3 വർഷം ഡോക്ടറേറ്റ് തിരിഞ്ഞും മറിഞ്ഞും പരിശ്രമിച്ച് നടക്കാത്ത ആ സത്യം നീ മനസ്സിലാക്കി. ജോസ് ഡോർ ക്ലോസ്, ഡോർ ക്ലോസ്. പറടാ മക്കളെ, ഞാൻ വെള്ളം എടുക്കാൻ പോയപ്പോഴാണ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചത് എങ്ങനെ സംഭവിച്ചു എന്ന്. നിനക്ക് ഒരു പെഗ് ഉള്ളിലേക്ക് ചെന്നപ്പോൾ വന്നില്ലേ? പറടാ മക്കളെ. അതെ, വെള്ളം എടുക്കാൻ ചെന്നപ്പോഴാണ് ഞാൻ കണ്ടത് അതിൽ മൊത്തം ചെളിയും ചള്ളയും എല്ലാം. നമുക്കൊരു ഫിൽറ്റർ വെക്കണം. ആ വെള്ളം കുടിച്ചാണ് അച്ഛന് രോഗം വന്നത്. ജോസേ, ആ ഡോർ എല്ലാം തുറന്നിടും. ഇത് ഇവിടെ കിടന്നാ എല്ലാരെയും ബാധിക്കും. ഈ ഇത് ഇവിടെ കിടന്നാ ബാക്കിയുള്ളവരെ എല്ലാം ബാധിക്കുന്ന സാധനം. തള്ളേ, ഇതാണോടാ സുപ്രീം കോടതി ജഡ്ജി തളർന്നു കിടക്കുന്നത്. മാമ ഇവന് തെറ്റി മാമ. ഇതുകൊണ്ടൊന്നും അല്ലെന്ന്. അച്ഛന് ഉറക്കമില്ലാത്തോണ്ട് ഈ അസം വന്നത്. അങ്ങനെയുണ്ടല്ലേ? പിന്നെ അച്ഛന് ഉറക്കമില്ല. ശരി, മനുഷ്യൻ എന്താ പ്രശ്നം? ഈ രാത്രിയാകുമ്പോ അച്ഛൻ കിടന്ന് ഉറങ്ങും. അപ്പൊ കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ തട്ടി ഉണർത്തും. അപ്പൊ കണ്ണൂർത്ത് ഇങ്ങനെ നോക്കും. പിന്നും കുറെ നേരം കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ തട്ടി ഉണർത്തും. അപ്പോഴും കണ്ണൂർന്ന് നോക്കും. ഉറക്കമില്ല, ഒട്ടും ഉറക്കമില്ല. നിനക്ക് ഉറക്കമില്ലാത്ത നിന്റെ അച്ഛനാണ് ഉറക്കമില്ല. ഒരാൾ ഉറങ്ങി കിടക്കുമ്പോ ടൈയും കെട്ടിക്കൊണ്ടിരുന്ന ടൈ കെട്ടിയാ മൂങ്ങ നീ എന്തിനാ അച്ഛൻ തട്ടി ഉണർത്തണം? പറ്റിയത് പറ്റി മാമ, പോയത് പോയി. ഒരു സർവീസിലിരുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമല്ലോ നമുക്ക്. അപ്പൊ പോലീസിലാണ് ഇരുന്ന് മരിച്ചെങ്കിൽ മകന് പോലീസായിട്ട് ജോലി കിട്ടും. നമ്മൾ ഡോക്ടറാണെങ്കിൽ, സർക്കാർ ഡോക്ടറാണെങ്കിൽ അവിടെ ജോലി കിട്ടും. അപ്പൊ നമ്മുടെ അച്ഛനൊരു മജിസ്ട്രേറ്റ് ആണല്ലോ. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മജിസ്ട്രേറ്റ് ജോലി കിട്ടും. മജിസ്ട്രേറ്റ് ജഡ്ജ് അല്ലടാ. ജഡ്ജ് എന്ന് പറഞ്ഞാലേ മറ്റൊന്നും കൂടെ പറയാൻ പറ്റുള്ളൂ. സുപ്രീം കോടതി ജഡ്ജ് അല്ലേ? എങ്ങനെ ഇരിക്കുന്നു? സുപ്രീം കോടതി ജഡ്ജ് ആവാൻ ആഗ്രഹിക്കുന്നത്. എടാ, ഇവിടുത്തെ പുഞ്ചിരി ക്ലബിൽ പോലും ജഡ്ജായിട്ട് നിന്നെ വിളിക്കൂല, അറിയാം? പുഞ്ചിരി ക്ലബിൽ ഇവിടെ വിളിക്കൂല നിന്നെ. നീ പൈലറ്റ് പറഞ്ഞ എന്താ മാനത്തിട്ട് പ്ലെയിൻ ഓട്ടിക്കാന്ന്. പൈലറ്റ് എന്താ നിങ്ങൾ വന്ന കാര്യം കൊണ്ട് ചെയ്യും. തുമ്മർത്തും പറ. ഒരു കാര്യം ചെയ്യടാ, സ്വത്തിന്റെ കാര്യത്തിൽ തീരുമാനം പറ. രണ്ടുപേരുടെ ഒരു പെഗ് കഴിച്ചടി സ്നേഹത്തില്. കഴിടാ, കഴിക്കോക്കളാ. കഴിച്ച ജിഎസ് ഒന്നും ഇല്ലല്ലേ? ഓക്കെ. അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ തീരുമാനം പപ്പയെ നോക്കണം. അതാണ് ഫസ്റ്റ്. മാമ, നമ്മൾ തീരുമാനം എന്താണ് പറയൂ. അതായത് മാമനാണല്ലോ ഈ കുടുംബത്തിലെ എല്ലാ നോട്ടങ്ങളും കാര്യങ്ങളും ചെയ്യുന്നത്. അതെ, കുടുംബപരമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന മാമനാണ്. അതുകൊണ്ട് നമ്മുടെ പപ്പയെ മാമൻ തന്നെ നോക്കണം. ഞാൻ നോക്കണം? മാമൻ തന്നെ നോക്കണം. എടാ, അങ്ങനെ പറ്റത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, വയസ്സാകുമ്പോ നിങ്ങളെ നോക്കാൻ നിങ്ങളുടെ മക്കൾ ഇതുപോലെ വഴക്കുണ്ടാക്കും. അപ്പൊ നോക്കാൻ ഒരാൾ വേണ്ടേ? ഓക്കെ, നിങ്ങൾ ആഗ്രഹം ഞാൻ നോക്കാം. പക്ഷെ എന്നെ നോക്കാൻ ഒരാൾ വേണം. അത് വേണം, ഒരാൾ വേണം, ഒരാൾ വേണം. അത് നീ തന്നെ. ഞാനാ വീണ്ടും. പിന്നെ എടാ, ഒരു കാര്യം ചെയ്യ്. നീ പോയി വെള്ളം എടുത്തോണ്ടോ. ഓക്കെ, നീ പോയി നല്ലൊരു കള്ളം എടുത്തോണ്ടോടാ. പാലോ പാലോ നല്ല നടപ്പാലോ അപ്പന്റെ കയ്യോ. മാമ, ഓക്കെ മക്കളെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.